ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ ഷെഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യം എല്ലാവർക്കും ഡൗട്ട്, ഇതിൽ അനാലിസിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ സാർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതായത് നമ്മൾ വളരെ 2 മാസം മുമ്പ് തന്നെ KPSM മെത്തേഡ്, അതായത് കേരള കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഡിഗ്രി ലെവലിൽ പഠിക്കേണ്ടതെന്നൊരു കംപ്ലീറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടായിരുന്നു. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അതിന്റെ ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്നിട്ട് ഓരോ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ പറഞ്ഞ കാര്യവും എന്താണ് വന്നു എന്നുള്ളൊരു അനാലിസം നടത്തുന്നുണ്ടാവും. സോ നമ്മുടെ അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാം എങ്ങനെയായിരുന്നു, ഓക്കെ, ക്വസ്റ്റ്യൻസ് ഏത് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ KPSM മെത്തേഡിൽ, അത് എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡിൽ നമ്മൾ പറഞ്ഞ രീതിയിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓക്കെ, എന്നതിന്റെ ഒരു ക്വിക്ക് അനാലിസിസും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കട്ട് ഓഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നത് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അത് നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് എന്ത് ചെയ്യാം, പോകാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് നമ്മുടെ ടാക്ടിക്കൽ പ്ലേ ബുക്കിൽ ഫസ്റ്റ് സാധനം, ഇതൊരു ഫാക്ട് ബേസ്ഡ് എക്സാം ആയിരിക്കും എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. ഇറ്റ് ഈസ് എ ഫാക്ട് ബേസ്ഡ് എക്സാം, കറക്റ്റ് അല്ലേ? ഓക്കെ, 50 ക്വസ്റ്റ്യൻ ഒരു GK ഭാഗത്തുണ്ടെങ്കിൽ അതിൽ 39 ക്വസ്റ്റ്യൻ ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സ്റ്റേജ് 1 സ്റ്റേജ് 2 വളരെ വ്യത്യസ്തമായിരിക്കും സ്റ്റേജ് 3 എന്ന് നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവോയ്ഡ് കൺസെപ്റ്റ് ട്രാപ്സ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോയി അതിന് വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള സിറ്റുവേഷൻ ഒക്കെ മാറിയിട്ടുണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് വന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റേജ് 3 കഴിഞ്ഞ ഉടനെ എന്താ കട്ട് ഓഫ് കൂടുമോ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് ഉണ്ടാവും എന്നും പറഞ്ഞായിരുന്നു. ഇപ്പൊ ഡിസ്കഷൻ നടക്കുന്നത് മുഴുവൻ അതിൽ തന്നെ ആയിരിക്കും. ഓക്കെ, എങ്കിൽ ഈ സ്റ്റേജ് 3യുടെ നമ്മുടെ അനാലിസിസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു PSC കിട്ടാൻ വേണ്ടിയിട്ട്, എൻ്റെ അമ്മയെ സാർ ഇത് കണ്ട് കണ്ട് മതിയായി, എന്നാൽ ഇത് ഓർത്ത് വയ്ക്കുക. ഒരു PSC കിട്ടാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്നിന്റെ പേര് ഹാർഡ് വർക്ക്, അത് നിങ്ങൾ തന്നെ ചെയ്യണം. രണ്ടാമത്തെ പേര് സ്മാർട്ട് വർക്ക്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് KPSM മെത്തേഡിലൂടെ. മൂന്നാമത്തെ പേര് ലക്ക്. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇപ്പൊ സ്റ്റേജ് 1 ആളുകളുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല സ്റ്റേജ് 2 ആളുകൾക്ക് ഉണ്ടാവുക. സ്റ്റേജ് 2 ആളുകളുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല സ്റ്റേജ് 3 ആളുകൾക്ക് ഉണ്ടാവുക. അപ്പൊ സിറ്റുവേഷൻ മാറ്റിയിട്ടുണ്ട്. എങ്കിൽ സ്റ്റേജ് 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിലിംസ് കടക്കാനുള്ള ഒരു വലിയ ഒരു സാധ്യതയായിരിക്കും തരിക എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ആ സാധ്യത ഈ എക്സാം തന്നിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ നമുക്ക് നോക്കാലോ എന്തായിരുന്നു ഒരു പ്രഡിക്ഷൻ, എങ്ങനെയായിരുന്നു. സ്റ്റേജ് 1 സ്റ്റേജ് 2 മോഡറേറ്റ് ടു ടൈം കൺസ്യൂമിങ്. സ്റ്റേജ് 1 മോഡറേറ്റ് ആയിരുന്നു, സ്റ്റേജ് 2 ടൈം കൺസ്യൂമിങ് ആയിരുന്നു, കറക്റ്റ് അല്ലേ? കൺസെപ്റ്റ് ഹെവി ആയിരുന്നു. സ്റ്റേജ് 3 എന്ന് പറയുന്നത് 3 സ്റ്റേജിലും സിംപ്ലസ്റ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രഡിക്ട് ചെയ്തത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രഡിക്ഷൻ വീഡിയോ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഓക്കെ, ഹൈലി ഫാക്ട് ബേസ്ഡ് ആയിരിക്കും. ഫാക്ട് ഫോക്കസ് ചെയ്യുന്നവർക്ക് ഒരു മാസീവായ അഡ്വാൻറ്റേജ് ഉണ്ടാവും. സർ, എന്നാലും കുറെ പേര് ഈ സ്റ്റേജ് 3 ടഫ് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇത് ഡിഗ്രി ലെവൽ എക്സാംസ് ആയതുകൊണ്ടും മാക്സിമം എല്ലാം കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നുള്ള ധാരണയുള്ളത് കൊണ്ടും ആ രീതിയിൽ മാത്രം പഠിക്കുന്നവരുണ്ടാവും. ഓക്കെ, പിന്നെ ഈ UPSC ഒക്കെ പഠിക്കുന്നവർ, ഈ എക്സാം എഴുതുന്നവർ ഒരുപാട് പേരുണ്ടാവില്ലേ, അവരൊക്കെ കൺസെപ്റ്റ് ബേസിലായിരിക്കും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അവർക്ക് ഈ സ്റ്റേജ് വരുമ്പോൾ സ്റ്റേജ് കുറച്ചുകൂടി ടഫ് ആയിരിക്കും, അങ്ങനെയുള്ളത് പറയുന്നുണ്ടാവും. പിന്നെ നോർമലി പഠിക്കാത്ത സ്റ്റുഡൻസ് പറയുന്നുണ്ടാവും, ഞാൻ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, എങ്കിൽ ആസ്പിരൻസ് ആരാണോ കൺസെപ്റ്റ് ബേസിൽ പഠിച്ചിട്ടുള്ളത് അവർക്ക് സ്റ്റേജ് 3 ടഫ് ആയിട്ട് വരും. അവരായിരിക്കും കൂടുതലായിട്ട് സ്റ്റേജ് 3 ടഫ് ആണെന്ന് പറയണ്ടാവുക. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം കട്ട് ഓഫ് കൂടുവോ മാറുവോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് വരും. അതിലൊന്നും പേടിക്കണ്ട. സ്റ്റേജ് 3 ഈസിയസ്റ്റ് ആണെങ്കിലും എന്താ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം സ്റ്റേജ് 1 സ്റ്റേജ് 2 നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ, ആ ലെവലിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പോകുന്നത് ഓബിയസ്ലി സ്റ്റേജ് 3 എന്നായിരിക്കും. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, എങ്കിൽ നമ്മുടെ ലക്ക് നിങ്ങളുടെ സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്താണ് വന്നത്, 50 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ 50 ക്വസ്റ്റ്യൻസിൽ 39 ഫാക്ട് ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിരുന്നില്ല. സർ, കുറച്ചു പേര് ടൈം മാനേജ്മെന്റ് പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മക്കളെ, ഇത്രയും ഒരു ക്വസ്റ്റ്യൻ വായിക്കാനുള്ള ടൈം വളരെ കുറവായിട്ട് മാത്സിൽ എന്തോ 2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ടൈം ഇല്ല എന്ന് പറയുന്നത്, അങ്ങനെ സ്റ്റേജ് 3 കംപ്ലൈന്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ സ്റ്റേജ് 2 എന്ത് പറയണം, അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല.
സ്റ്റേജ് 1 എന്ത് പറയണം? കറക്റ്റ്. ഓക്കെ. കൺസെപ്റ്റ് ഹെവി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണോ വന്നിട്ടുണ്ടായിരുന്നത്? ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണോ വന്നിട്ടുണ്ടായിരുന്നത്? ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഇവരുടെ ടൈം മാനേജ്മെന്റ് ഒരു ഇഷ്യൂ അല്ല. ഓക്കെ. എങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തില്ലേ? അതുപോലെയല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ. സോ KPSM മെത്തഡ് വർക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. 3 സ്റ്റേജിലും കറക്റ്റ് ആണല്ലോ, ഒരു സ്റ്റേജിലല്ല. 2 മാസം മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ രീതിയിലാണ് പഠിക്കണം വന്നിരിക്കുന്നത്. കറക്റ്റ്. ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു 2 പാത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ന്റെയും ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. എന്നിട്ട് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നോക്കുക, കൺസെപ്ച്വൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. എങ്കിൽ സ്റ്റേജ് 3 നിങ്ങൾ ഫെയിൽ ആവുന്നതായിരിക്കും. സ്റ്റേജ് 1നും സ്റ്റേജ് 2നും മാറ്റിയതിനു ശേഷം ഇതൊരു ഫാക്ട് ബേസ്ഡ് എക്സാം ആണെന്ന് നോക്കുക. ഡീപ് സ്റ്റഡി എവിടെ പഠിക്കണം എന്ന് നമ്മൾ പറയുന്നുണ്ടോ അവിടെ മാത്രം പഠിക്കുക. എങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്ലിയർ എന്നായിരിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ. ഇനി പറ, പ്ലാൻ ബി ആണോ വർക്ക് ചെയ്തത്, പ്ലാൻ എ ആണോ വർക്ക് ചെയ്തത്? സ്റ്റേജ് 3 എന്ന് പറയുന്നത് സ്റ്റേജ് 1 സ്റ്റേജ് 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ഒരു എക്സാം ആയിരുന്നില്ലേ? ഓക്കെ. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫാക്ട് ബേസ് ആയിരുന്നില്ലേ? ഓക്കെ. ഇതിന്റെ മൊത്തം ക്വസ്റ്റ്യൻസ് നമ്മൾ 2 മാസം മുമ്പ് തന്നെ തന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് സ്റ്റേജ് 1നോ സ്റ്റേജ് 2നോ സ്റ്റേജ് 3ക്കോ വ്യത്യസ്തമായിട്ടില്ലല്ലോ. ഞാൻ ഒരു ടോപ്പിക്കും മാറ്റിയിട്ടില്ല സ്റ്റേജ് 1നും സ്റ്റേജ് 2നും ശേഷം. 2 മാസം മുമ്പേ നിങ്ങളുടെ കയ്യിൽ ടോപ്പിക് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ. നിങ്ങൾക്കറിയാം എല്ലാം ഡീറ്റെയിലി പഠിക്കണ്ട, ഏതൊക്കെ ഡീപ്പായി പഠിക്കണം, ഏതൊക്കെ ഫാക്ട് ബേസ് ആയി പഠിക്കണം നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ലക്ക് ഫാക്ടർ നിങ്ങളുടെ കയ്യിലുണ്ട്, ലാസ്റ്റ് മിനിറ്റ് ടിപ്സ് ആൻഡ് ട്രിക്സ് തരുന്നുണ്ട്. ഓക്കെ. ഇനി പറയൂ, എന്താണ് എക്സ്ട്രാ ആയിട്ട് വേണ്ടത്? നിങ്ങൾ മുഴുവൻ സിലബസും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. എല്ലാ സിലബസും ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എത്ര മാർക്ക് ഞാൻ പ്രോമിസ് ചെയ്ത്? 70 മാർക്ക്. 70 മാർക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേജ് 1ലും ഉണ്ട്, സ്റ്റേജ് 2ലും ഉണ്ട്, സ്റ്റേജ് 3ലും ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇതാണ് KPSM മെത്തേഡിന്റെ പവർ. ഈ പവർ ഉപയോഗിച്ച് നിങ്ങൾ മെയിൻസിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ എന്താ ടൈം ടേബിൾ ഇടും, ടോപ്പിക്സ് തരും, ഏതൊക്കെ ടോപ്പിക്സ് ഡീറ്റെയിൽ ആയി പഠിക്കണം എന്ന് പറയും, ഏതൊക്കെ ടോപ്പിക്സ് ഫാക്ട് ബേസ്ഡ് ആയി പഠിക്കണം എന്ന് പറയും. അതെല്ലാം എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. മെയിൻസ് എന്തായിരിക്കും? പീസ് ഓഫ് കേക്ക് നിങ്ങളുടെ കയ്യിലായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമ്മുടെ റീസണിങ്ങിൽ ഞാനൊരു ക്ലറിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നു പറഞ്ഞായിരുന്നു, പക്ഷെ വന്നില്ല. ഓക്കെ. ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റുമല്ലോ, വന്നില്ല. പിന്നെ മാത്സ് എന്ന് പറയുന്നത് സ്റ്റേജ് 2വിനേക്കാളും ഈസിയർ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. ഈസിയർ ആണ് മാത്സ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല, നമ്മുടെ പ്രഡിക്ഷൻ അല്ലേ? ഓക്കെ. നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നോർമൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോർമൽ തന്നെയാണ്, നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇംഗ്ലീഷ്. ഓക്കെ. മലയാളം പ്രീവിയസ് സ്റ്റേജിൽ ഈസിയർ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ വിചാരിച്ച പോലെ അത്രത്തോളം ഈസിയർ അല്ല. ഓക്കെ. സോ മാത്സും റീസണിങ് നമ്മൾ കമ്പാരിറ്റീവ്ലി ചെയ്യുമ്പോൾ സ്റ്റേജ് 1നും സ്റ്റേജ് 2നേക്കാളും വളരെ ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരുന്നു. ഓക്കെ. ഒരു 20ൽ 18 ക്വസ്റ്റ്യൻ ചെയ്യാൻ എബോ ആവറേജ് സ്റ്റുഡന്റിന് പറ്റുന്നതായിരിക്കും. ഇനി ആ ടൈം ഫ്രെയിമും അവിടെയുള്ള ടെൻഷനും അതൊക്കെ വെച്ചിട്ട് ഒരു 15 നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ. ഒരു 15 ക്വസ്റ്റ്യൻ നമുക്ക് മാത്സിന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാ സിറ്റുവേഷനും അവിടെ ഉണ്ട്. ഇംഗ്ലീഷിൽ ഒരു ആവറേജ് സ്റ്റുഡന്റിന് 15 to 18 അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മലയാളത്തിൽ ഡീസന്റ് സ്കോർ എന്ന് പറയുന്നത് 5 to 6 മാർക്കാണ്. ഇതാണ് ഒരു ആവറേജ് എബോ ആവറേജ് സ്റ്റുഡന്റിന് കിട്ടാവുന്ന മാർക്ക് എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷ്, മലയാളം, മാത്സ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു എക്സാം ആണ് നടന്നിരിക്കുന്നത്. ഓക്കെ. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത് എന്തൊക്കെ കീപ്പ് ചെയ്യണം, എന്തൊക്കെ ഡ്രോപ്പ് ചെയ്യണം. കേരള ഹിസ്റ്ററിയിൽ നമുക്ക് നോക്കാം. റെനിസൻസ് ലീഡേഴ്സ് പഠിക്കാൻ പറഞ്ഞു, ന്യൂസ് പേപ്പേഴ്സ് മാഗസിൻ പഠിക്കാൻ പറഞ്ഞു, ഫീമെയിൽ റൂളർ മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹം, ഐക്യ കേരളം, ഇത്രയും പഠിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ പോർച്ചുഗീസും ഡച്ചുകാരും ഓൾറെഡി 2 സ്റ്റേജിലും വന്നതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ഇതാണ് സിറ്റുവേഷൻ. വന്നത് നോക്കാം. മാർത്താണ്ഡവർമ്മ ഡച്ച്, മാർത്താണ്ഡവർമ്മയും വന്നു, ഡച്ചുകാരും വന്നു. ഓക്കെ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രഡിക്ഷൻ പോയി. ഏതാണ്? ഡച്ചുകാർ പോയി. തെറ്റുപറ്റാത്തതായിട്ട് ആരുമില്ല ഗോപു എന്നാണല്ലോ പഴഞ്ചൊല്ല്. അപ്പൊ ആ പഴഞ്ചൊല്ല് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചില തെറ്റുകൾ പെട്ടെന്നായിരിക്കും. ഓക്കെ. പക്ഷെ നമുക്ക് വേണ്ടത് 70 മാർക്കല്ലേ? 70 മാർക്ക് ഉണ്ടാവും. സർ 70 മാർക്കിന് ഡിസ്കഷൻ നടക്കുന്നുണ്ടോ? ഇല്ല മക്കളെ. ഓക്കെ. അതൊരു ക്വിക്ക് അനാലിസിസ് ആണ്. 70 മാർക്ക് വന്നതും നമ്മൾ പഠിച്ചതും എല്ലാം നമ്മൾ അനാലിസിസ്, ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. എങ്കിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് വന്നില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെനിസൻസ് ലീഡേഴ്സ്. ഓക്കെ. തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തിയുടെ പേര് പറയുക. നമ്മൾ കുറച്ച് റെനിസൻസ് ലീഡേഴ്സിനെ പഠിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അവരിൽ നല്ലേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അവരിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്.
ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ എങ്കിൽ റെനിസൻസ് ലീഡേഴ്സ് ഞാൻ പഠിക്കാൻ പറഞ്ഞായിരുന്നു, അവർ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പൊയ്കയിൽ കുമാര ഗുരുദേവൻ. ഓക്കെ ഡൺ. ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹ. വൈക്കം സത്യാഗ്രഹം അവിടെയുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം അവിടെയുണ്ട്. അതിന്റെ ഇടയിൽ പയ്യന്നൂരിൽ നിസ്സഹകരണ പ്രസ്ഥാനം, മനസ്സിലായി. പക്ഷെ ഗുരുവായൂർ വൈക്കം സത്യാഗ്രഹം വരുന്നു പറഞ്ഞില്ലേ, ആ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടില്ലേ? ഇത്ര ടോപ്പിക്സ് അല്ലേ പഠിക്കാൻ വേണ്ടിട്ടുള്ളൂ, അതൊന്നെല്ലാം ക്വസ്റ്റ്യൻ വന്നിട്ടില്ലേ? ഹിസ്റ്ററി എന്ന് പറയുന്നത് വമ്പൻ ടോപ്പിക് അല്ലേ? അത് ഞാൻ ചുരുക്കിയിട്ട് സ്റ്റേജ് 3 ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കറക്റ്റ്. ഓക്കെ ഡൺ ആണല്ലോ. അങ്ങനെ ഡൺ ആണെങ്കിൽ മിഡീവൽ ഹിസ്റ്ററിയിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായത്, അക്ബർ വന്നു ഞാൻ പറഞ്ഞു പഠിക്കണ്ട, ഔറംഗസേബ് വന്നു ഞാൻ പറഞ്ഞു പഠിക്കണ്ട, ബുക്ക് വന്നു ഞാൻ പറഞ്ഞു പഠിക്കണ്ട. ഓക്കെ ഇതൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ലല്ലോ. അഡ്മിനിസ്ട്രേഷനും ആർക്കിടെക്ചറും പഠിക്കാൻ പറഞ്ഞു, ദാ കിടക്കുന്നു അഡ്മിനിസ്ട്രേഷൻ എന്ന ക്വസ്റ്റ്യൻ. മുഗൾ അഡ്മിനിസ്ട്രേഷൻ, മുഗൾ കാലഘട്ടത്തിലെ രാജാ തോടർമാരുടെ ബന്ദോബസ്ത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓക്കെ അവരുടെ അഡ്മിനിസ്ട്രേഷന്റെ രീതിയെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കുറെ പേര് സോ വേറെ ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. കറക്റ്റ്. ഓക്കെ വേറെ ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് 70 മാർക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ അപ്പൊ നമ്മൾ വന്നത് ഇപ്പൊ ഡിസ്കസ് ചെയ്യും, ബാക്കിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടാവുന്നതായിരിക്കും. കറക്റ്റ്. ഓക്കെ അപ്പൊ മിഡീവൽ ഹിസ്റ്ററി ആയി. ഇനി അവിടെ വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി എന്ന് അമേരിക്കൻ, ചൈനീസ്, റഷ്യൻ റവല്യൂഷൻ, UN റിലേറ്റഡ് ക്വസ്റ്റ്യൻ. വേൾഡ് വാർ രണ്ട് സ്റ്റേജിലും വന്നായിരുന്നു, അതുകൊണ്ട് ഈ സ്റ്റേജിൽ വരില്ല എന്ന് പറഞ്ഞു. ഈ സ്റ്റേജിൽ വന്നില്ല. ഓക്കെ ഡൺ ആണല്ലോ. ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, വേൾഡ് വാർ 2 എന്ന് വന്നിട്ടില്ല. പഠിക്കാൻ പറഞ്ഞ അമേരിക്കൻ, ചൈനീസ്, റഷ്യൻ റവല്യൂഷൻസ് ആണ്. ഓക്കെ പിന്നെന്താ, UN റിലേറ്റഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഫ്രഞ്ച് ഉണ്ടായിരുന്നു. അയ്യോ ഫ്രഞ്ച് പോയതാണ്, ആ ഫ്രഞ്ച് ഉണ്ടായിരുന്നു. ഓക്കെ അമേരിക്കൻ, ചൈനീസ് അല്ല, ഫ്രഞ്ച്, റഷ്യൻ റവല്യൂഷൻ ഉണ്ടായിരുന്നു. അതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ എങ്കിൽ ദാ പിടിച്ചോ ക്വസ്റ്റ്യൻ. എവിടത്തെ ക്വസ്റ്റ്യൻ? ഇവിടെ. തോമസ് ജെഫേഴ്സൺ, തേർഡ് എസ്റ്റേറ്റ്, ഫ്രഞ്ച് സമൂഹം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ ക്വസ്റ്റ്യൻ വന്നില്ലേ? ഓക്കെ പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ന്യൂസ് പേപ്പർ ഓർഗനൈസേഷൻ, ഗാന്ധിജിയുടെ മൂവ്മെന്റ്സ്, INC, എക്സ്ട്രീമിസ്റ്റ്, ഫോറിൻ പോളിസി, കറണ്ട് അഫെയർ. ഓക്കെ ഫോറിൻ പോളിസി, കറണ്ട് അഫെയർ, പിന്നെന്താ ആക്സ്, PYQ എന്നാണ് പറഞ്ഞത്. ഫോറിൻ പോളിസിന്ന് കറണ്ട് അഫെയർ വന്നിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ചോദിച്ചില്ലേ ചൈനയുടെ, അത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ അപ്പൊ ഫോറിൻ പോളിസിന്ന് കറണ്ട് അഫെയർ വന്നില്ലേ, ആ ക്വസ്റ്റ്യൻ ക്ലിക്കായി. ആക്സ് അതായത് 1773 ആക്സ് തൊട്ട് 1947 വരെയുള്ള ആക്സ്. ഇത് സാധാരണ ഭരണഘടനയിലാണ് പഠിക്കുക, പക്ഷെ ഞാൻ എപ്പോഴും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിസ്റ്ററിയിലാണ്. എപ്പോഴും ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹിസ്റ്ററിയുടെ 10 ക്വസ്റ്റ്യനിലാണ്, ഇന്ത്യൻ ഹിസ്റ്ററി 10 ക്വസ്റ്റ്യനിലാണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇത് ഭരണഘടനയുടെ പാർട്ടാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഹിസ്റ്ററിയിലാണ് വരിക, ഇൻ ആക്സ് വരും, PYQ നോക്കിയിട്ട് പോയാൽ മതി, അതൊന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ 1919 ഇന്ത്യ ഗവൺമെന്റ് ആക്ട് എന്ന് പറയുന്നത് ഓൾറെഡി വന്ന ക്വസ്റ്റ്യൻ ആണ്, ഡിഗ്രിക്ക് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 22 ആയിരിക്കും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവുക. ഓക്കെ ആ ക്വസ്റ്റ്യനിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ഈ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. PYQ നോക്കിയിട്ട് പോകാൻ പറഞ്ഞായിരുന്നു, അതൊന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ ഡൺ അല്ലേ? ഇനി മലയാളം പബ്ലിക്കേഷൻ, ജ്ഞാന നിക്ഷേപം, ന്യൂസ് പേപ്പർ മാഗസിൻ ആയ എന്തൊക്കെ ടോപ്പിക് പറഞ്ഞിട്ടുണ്ടോ ആ ടോപ്പിക് മൊത്തം ക്വസ്റ്റ്യൻ വന്നില്ലേ? ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ജോഗ്രഫി, എക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഒരു സെക്കൻഡ്. എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ജോഗ്രഫിയും എക്കണോമിക്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ, KPSM നമ്മുടെ ടോപ്പിക് തന്നെ പഠിക്കുക, എൻറ്റയർലി ന്യൂ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ന്യൂ ക്വസ്റ്റ്യൻസ് അല്ലേ വന്നിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ത് ചെയ്യുക, സ്റ്റേജ് 1 സ്റ്റേജ് 2 മറക്കുക. പുതിയ ടോപ്പിക്, പുതിയ ക്വസ്റ്റ്യൻസ് വരും. എന്താ കറണ്ട് അഫെയറും വരും, എന്ത് KPSM ടോപ്പിക്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ സ്റ്റേജ് 2ലും സ്റ്റേജ് 1ലും വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്. കറക്റ്റ്. ഓക്കെ ഞാൻ സമ്മതിച്ചു. കോൺസ്റ്റിറ്റ്യൂഷനിൽ 5 ക്വസ്റ്റ്യൻ വന്നു, എന്താ KPSM ടോപ്പിക്സിലെയും PYQ മാത്രം പഠിക്കുക, അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞ, ആക്ച്വലി സ്റ്റേജ് 1 സ്റ്റേജ് 2 നോക്കിയോ അത് തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ അത് തന്നെയാണ് ടോപ്പിക്, ഡിഫറെന്റ് ക്വസ്റ്റൻ ആയിരിക്കും, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സിവിക്സ് എന്ന് പറയുന്നത് എൻറ്റയർലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്വസ്റ്റൻ ആയിരിക്കും എന്ന് നമ്മൾ പ്രഡിക്ട് ചെയ്തായിരുന്നു. എങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് നോക്കാലോ. ഓക്കെ ഡൺ അല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ എക്കണോമിക്സിൽ 4 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. GDP സ്ഥിരം ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ ഇത് രണ്ടും ചെയ്യാൻ പറ്റും. അന്തർനിർമ്മിത സ്റ്റെബിലൈസർ നയത്തിന്റെ ഭാഗം, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ആകെ ഡൗട്ട് ആയിരിക്കും. നമ്മൾ മെയിൻസിന് പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരാണല്ലോ ചെയ്യുന്നത്, പ്രിലിംസ് അല്ലേ, നമുക്ക് 70 മാർക്കും മതി. ഡൺ ആണ്. ഓക്കെ വേതന തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഇനി പറഞ്ഞ എന്താണ് ലക്ഷ്യമിടുന്നത്, നമ്മൾ
പറഞ്ഞതല്ലേ, എന്താ പ്രൈമറി സെക്ടർ സെക്കൻഡറി സെക്ടർ അത് ക്വസ്റ്റ്യൻ വരുന്നു പറഞ്ഞതല്ലേ, സ്ഥിരമായിട്ട് വരുന്നതല്ലേ. ഓക്കെ, എങ്കിൽ അതില് അടുത്തതാ മൂലധന വിപണിയിലെ ഒരു ഉപകരണം. ഇത് ജസ്റ്റ് എലിമിനേഷനിലൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ലോജിക് ബേസ്ഡ് കൂടുതലായിട്ട് വരില്ല, എലിമിനേഷൻ ബേസ്ഡ് കൂടുതലായിട്ട് വരില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും എലിമിനേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. തെറ്റുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, അംഗീകരിക്കുന്നതായിരിക്കും. ഓക്കെ, എക്സിക്യൂട്ടീവിന് മേലുള്ള നിയമനിർമ്മാണ നിയന്ത്രണവും ഭരണഘടനാ സംവിധാനത്തിൽ ജനറലിസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന ആശയവും എന്നുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തിങ്ക് ചെയ്യണം, തിങ്ക് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, പുതിയ ക്വസ്റ്റ്യൻ ആണ് സിവിക്സ് എന്ന് വരിക എന്ന് പറഞ്ഞത്. ലോക്പാൽ യോഗായുക്ത വന്നു, അണ്ണാ ഹസാരെ ക്വസ്റ്റ്യൻ വന്നു, രാഷ്ട്രീയ പാർട്ടി വന്നു. ഓക്കെ, മനുഷ്യാവകാശം സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വന്നു. അതിൽ 4 നമുക്ക് വളരെ ഗംഭീരമായി ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി IT-യിൽ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, സൈബർ സ്റ്റാക്കിംഗ് ക്രൈം നമ്മൾ പറഞ്ഞതല്ലേ. ഓക്കെ, പിന്നെന്താ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ പറഞ്ഞതല്ലേ. പിന്നെ അതിൽ എന്താ പറയാ, ആ സോഫ്റ്റ്വെയർ പഠിക്കുകയാണെങ്കിൽ അതിൽ സ്പ്രെഡ്ഷീറ്റ് ആണോ വേർഡ് പ്രോസസ് ആണോ പഠിക്കില്ലേ, അതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ആയില്ലേ. ഓക്കെ, മെമ്മറി എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, കറക്റ്റ് അല്ലേ. എങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാനുള്ള സംഭവമാണ് ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആർട്സ് സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ 100% ഫാക്ട് ബേസ്ഡ് ആയിരിക്കും. 100% ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഉള്ളത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, എക്സാമിന്റെ ഏർലി മോർണിംഗ് ആവുമ്പോൾ ഈ ടോപ്പിക് പഠിച്ചിട്ട് പോവുക. ഇത് കഴിഞ്ഞ 3 സെക്ഷനിലും ഞാൻ ഇതേ ടോപ്പിക്കിനാണ് പഠിച്ചിരിക്കുന്നത്. ലിറ്റററി അവാർഡ്സ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലിറ്റററി അവാർഡ്സിന് ക്വസ്റ്റ്യൻ വന്നില്ലേ, വയലാർ അവാർഡ്, കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ വന്നില്ലേ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, അന്നേ ദിവസം രാവിലെ നിങ്ങൾ പഠിക്കുന്നു, ഒന്ന് റിവൈസ് ചെയ്യുന്നു, അതേ ടോപ്പിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ പറ്റില്ലല്ലോ. ക്വസ്റ്റ്യൻ എന്താ പറയാ, എന്താ സംഭവം, ബുക്ക് എന്താണ്, ബുക്കിന്റെ പേരെന്താണ്, എന്താണ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്, ഏത് വർഷം അവാർഡ് കിട്ടി എന്നുള്ള രീതിക്കല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ല, അങ്ങനെയെങ്കിൽ വയലാർ അവാർഡ് ഒന്ന് ക്വസ്റ്റ്യൻ വന്നില്ലേ. പിന്നെ ഞാൻ നിങ്ങളടുത്ത് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അവിടെ IT-ന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും കമ്പ്യൂട്ടർ മെമ്മറിയും മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. എന്നുള്ള സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ പഠിക്കാൻ പറയാതിരുന്നത്, അതൊക്കെ വളരെ നീട്ടി വലിച്ചു വായിക്കാം, സമയം കിട്ടില്ല, രാവിലെ ആയിട്ട് നോക്കുകയല്ലേ. അപ്പൊ അതാ IT-ന്ന് ക്വസ്റ്റ്യൻ വന്നില്ലേ, മെമ്മറി വന്നില്ലേ. ഓക്കെ, ISROയുടെ ഇമ്പോർട്ടന്റ് മിഷൻസ് പറഞ്ഞ അവിടെ ഇല്ലേ, കഴിഞ്ഞതിലും വന്നായിരുന്നു, ഇപ്പോഴും വന്നായിരുന്നു. ISROയുടെ ഇമ്പോർട്ടന്റ് മിഷൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണെങ്കിലും ഇൻസാറ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മിഷൻ അല്ലേ. COP മീറ്റിംഗ് പഠിച്ചിട്ട് പോകാൻ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയത് 29, 30, 31, 32 ഞാൻ പഠിക്കാൻ പറഞ്ഞു. അവര് COP 26 ചോദിച്ചത്. നമ്മൾ ടോപ്പിക് കറക്റ്റ് ആക്കി, പക്ഷെ COP 26 ചോദിച്ചത്. ഇനി എന്റെ ചോദ്യം, നിങ്ങള് ഈ 29, 30, 31, 32 കറക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് COP 26 കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സമയത്ത് നമ്മളത് കാർബൺ റീച്ചിങ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. ഓക്കെ, അത് 29-ലും 30-ലൊക്കെ എന്താണ് ഇന്ത്യ പറഞ്ഞെന്നുള്ളത് നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ അത് എടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എന്തിലാണ്, ആക്ച്വലി COP 29, 30, 31, 32 പറഞ്ഞത്. പക്ഷെ COP 26 വന്നത്, സമ്മതിച്ചു. ഓക്കെ, എങ്കിൽ നൈറ്റ് ബിഫോർ നമ്മൾ എന്താ പഠിക്കാൻ പറഞ്ഞത്, മാത്സ് ഇംഗ്ലീഷ് മലയാളം PYQ പഠിച്ചിട്ട് പോയോ. ഓക്കെ, മോർണിംഗിൽ എന്താ പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം മോർണിംഗിൽ പഠിക്കേണ്ട കാര്യത്തിൽ മാത്രം 1, 2, 3, 4 ക്വസ്റ്റ്യൻ വന്നു. എല്ലാ സ്റ്റേജിലും 3, 4 ഗ്യാരണ്ടീഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് തന്നിട്ടുണ്ട്. ഇനി എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും തന്നില്ലേ, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളതിന് ഒരു 75 മിനിറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിന് ഡീറ്റെയിൽ ഇല്ലേ. ഓക്കെ, എങ്കിൽ റിസൾട്ട് വന്ന റിസൾട്ട് വരും. ഓക്കെ, സ്റ്റേജ് 3ക്ക് ഒരു ഡിസ്റ്റിങ് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഡിസ്റ്റിങ് അഡ്വാൻറ്റേജ് ഉണ്ട്. കൺസെപ്ഷൽ ട്രാപ്പിൽ പോകരുതെന്ന് പറഞ്ഞായിരുന്നു, പോയിട്ടില്ല. ഓക്കെ, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആണെന്ന് പറഞ്ഞു, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും. നിങ്ങൾ അതേ രീതിയിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടാവും, ആമ്പിൾ ടൈം ഉണ്ടാവും എന്ന് പറഞ്ഞു, ഉണ്ടാവും. അത് ക്രാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു, ക്രാക്ക് ചെയ്യും. ഇനി പറയൂ, KPSM മെത്തേഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഉണ്ട്. ഇതേ രീതിയിലാണ് നമ്മൾ മെയിൻസിൽ പഠിക്കുക. എങ്കിൽ എന്താണ് കട്ട് ഓഫ്, 2 മാസം മുമ്പ് ഞാൻ കട്ട് ഓഫ് പറഞ്ഞാണ്. ഓക്കെ, ചെറിയൊരു ചേഞ്ച് ആണ് ഉള്ളത്. ഒരു യൂണിഫോം പോസ്റ്റ് ആണെങ്കിൽ ഒരു 48 to 45. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 1 യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണെങ്കിൽ 58 to 55. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണെങ്കിൽ 55 to 58. നാഷണൽ സേവിംഗ് ബാങ്ക്സ് ഗസറ്റഡ് പോസ്റ്റ് ആണെങ്കിൽ അതിൽ 20 വേക്കൻസിയേ ഉള്ളൂ.
എങ്കിൽ 60 മാർക്ക്. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കട്ട് ഓഫ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചെറിയ 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 ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലൈസേഷൻ എങ്ങനെയാ വരിക, എന്താ സിറ്റുവേഷൻ ഒക്കെ നമുക്ക് അറിയില്ല. അത് PSCക്കും ദൈവത്തിനും മാത്രം അറിയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പാണ് കിട്ടാന്നുള്ളത്. ഇനി സർ ഞാൻ 38ലാണ് നിൽക്കുന്നത്, 45ലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയാൻ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ആരൊക്കെയാണ് മെയിൻസിന് പഠിക്കേണ്ടത്, മെയിൻസ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ എന്ത് ചെയ്യുന്നുണ്ട്. അത് സമാന്തരം എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ KPSM മെത്തേഡ് നിങ്ങൾ ഹെൽപ്പ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഡൺ. ഇതേ രീതിയിൽ പഠിക്കുക, സ്മാർട്ട് ആയിട്ട് പഠിക്കുക. ഞാൻ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. PSC എക്സാമിന് പോകുന്ന എല്ലാവരും എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഒരു PSC കിട്ടണമെങ്കിൽ 3 കാര്യമാണ് വേണ്ടത്. 1 ഹാർഡ് വർക്ക്, 2 സ്മാർട്ട് വർക്ക്, ലക്ക്. ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യൂ. ഓക്കെ, സ്മാർട്ട് വർക്ക് ഞാൻ പറഞ്ഞു തരാം, ലക്ക് നമ്മുടെ കൂടെ നിൽക്കും. ഇത് 3ഉം എന്നാണോ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അന്ന് നിങ്ങൾക്ക് PSC എന്ത് കിട്ടുന്നതായിരിക്കും, ജോലി കിട്ടുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇതേപോലൊരു വീഡിയോയിൽ, ഇതിന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ടുള്ള ഹൗ ടു സ്റ്റഡി മെയിൻസ് എന്ന് പറയുന്ന വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ആൻഡ് സോറി, വേറെ വീഡിയോ കൂടി ഉണ്ടല്ലോ, ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ അനാലിസിന്റെ വീഡിയോ കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.